ജോ ജോസഫ്, പോലീസിന് അറിയാത്തതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞൊരു തുടർച്ചയിൽ അമ്മ ഈ റീന അഖിലയുടെ അമ്മ പിന്നെയും പറയുകയാണ്, ഒന്നല്ല രണ്ടാവർത്തി പോലീസിലേക്ക് പോകുന്നുണ്ട്, പലയാവർത്തി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വാർത്ത അറിയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഒരു FIR അടിയന്തരമായി പൂട്ടേണ്ട ഒരു ടോക്സിക്കായ കുറ്റവാളിയാണ് ഇയാൾ എന്ന് പോലീസിന് ബോധ്യപ്പെടാത്തതാണോ, ബോധ്യം വരേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ? ആ ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണം ശ്രീ ജോർജ് ജോസഫ്. അല്ല, പോലീസിൻ്റെ ഭാഗത്ത് ഈ കൃത്യമാണ് നല്ല വീഴ്ചയല്ലേ ഉണ്ടായത്. ഒരു DYSPയുടെ അടുത്ത് പരാതി പറഞ്ഞല്ലോ, SHOയുടെ അടുത്ത് പറഞ്ഞല്ലോ, ഈ ചൈൽഡ് ലൈനിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് മാതാപിതാക്കൾ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് അവരെ പിടിച്ചു കൊടുക്കേണ്ട അധികാരം അവർക്കില്ലേ? അത് അവരുടെ ജോലിയല്ലേ? ഈ കൊച്ചിനെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു കാരണം ഒരു നെഗ്ലിജൻസ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടല്ലേ? അത് തന്നെയല്ല, ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആമിയുടെയുള്ള അവസ്ഥയും പോലീസ് ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് അതിനിപ്പം കേസെടുക്കുന്നില്ല? അപ്പോൾ നമുക്ക് ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പോലീസ് നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ അപകടം ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ അപ്പനും അമ്മയ്ക്കും ആവശ്യമില്ലാത്ത കുട്ടിയാണ്. അത് തന്നെയല്ല, റീന എന്ന് പറഞ്ഞാൽ അവരുടെ വല്യമ്മ ആ കൊച്ചിൻ്റെ പുറകെ നടന്നാണ് ഈ കുട്ടിയെ ഞാൻ എടുത്തോളാം അവർ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. പോലീസ് ബലം പ്രയോഗിച്ച്, അതല്ലേ പോലീസ് ആക്ഷൻ? ഒരു വീട്ടിലൊരു കുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെല്ലാം ആരായാലും ശരി അവർക്കത് സംരക്ഷിക്കാനുള്ള അവകാശമില്ല എന്ന് ബോധ്യമുള്ളവരാണ് ആ DYSP നെടുമങ്ങാടും അവിടുത്തെ SHOയും. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? അതുകൊണ്ടല്ലേ ഈ മരണം ഉണ്ടായത്. അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കണം. സൈക്കിൾ ഉരുണ്ട് വീണാൽ വല്ല കയ്യോ കാലോ മുറിയോ എന്നല്ലാതെ ഈ രണ്ട് കൈ ഇങ്ങനെ ഒടിയില്ല എന്ന് പ്ലാസ്റ്റർ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ? അത് മെഡിക്കൽ ലീഗൽ കേസാവണ്ടേ? പോലീസ് വരണ്ടേ? ഇതൊന്നും ഉണ്ടാവാത്ത എന്താണ്? തീർച്ചയായിട്ടും വേണം. അത് അവരുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് അല്ലേ ആ പോലീസ് ഉദ്യോഗം? ഈ കൊച്ചിനെ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നല്ലോ. കൊച്ചിനെ ആവശ്യപ്പെട്ട് എത്ര പേരാണ് നടക്കുന്നത്? ഇവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച. അങ്ങനെ കുട്ടിക്ക് കൈ ഒടിയത്തില്ല. അതിൻ്റെ കൈയുടെ മുട്ടിൻ്റെ താഴെ വെച്ചല്ലേ ഒടിച്ചിട്ട്? കൈ പിടിച്ചൊടിച്ചതാണ് അയാൾ. അവനൊരു ക്രൂരനായ ഒരു ക്രിമിനൽ. ഇത്ര വലിയൊരു ക്രിമിനലിനെ നമ്മൾ ഈ അടുത്ത കാലത്ത് എങ്ങും കണ്ടിട്ടില്ല. ഇവനെ തീർച്ചയായിട്ടും അവന് നെഗ്ലിജൻസ് അവൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായപ്പോൾ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ, ആ കുട്ടി മരിച്ചു കിടക്കുന്ന ദൃശ്യമൊക്കെ ഞാൻ കണ്ടു. എത്ര സ്മാർട്ടായ ഒരു കുട്ടി, ഇത്ര ഉപദ്രവം സഹിച്ചിട്ട് അത് സർവൈവ് ചെയ്തതിൻ്റെ കാരണം ആ ദേഹത്തും കാലിനടിയിൽ തീ വെച്ച് പൊള്ളിച്ച് പഴുത്ത് വിളങ്ങിച്ച് ആ ദേഹം മുഴുവൻ അങ്ങനെ ഒരു കുട്ടി, അത് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരുന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ ആ മരിച്ചു കിടക്കുന്ന കണ്ടു. അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ അത് ചെയ്ത കാര്യം അതിക്രൂരൊരു മനുഷ്യൻ സാധാരണ ചെയ്യുന്നില്ല. ഞാൻ അടുത്ത ദിവസം ഒരു TV-യിൽ, നിങ്ങളുടെ TV-യിലാണെന്ന് എവിടെ ഞാൻ കണ്ടു, ആനക്കുട്ടി, ഒരു കുഞ്ഞ് ആന ഉണ്ടായിരുന്നു. 4-ാം ദിവസം വെള്ളം പൊങ്ങിയപ്പം അത് ഒഴുകിപ്പോന്നു. ആന പുറകെ പോന്നു. ആ പുറകെ പോയിട്ട് അതിനെ കരയ്ക്കടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അവസാനം ഞാൻ വിചാരിച്ചു ആനയ്ക്ക് ഇത്ര ബുദ്ധി, അതിനെ കോരിയെടുത്ത് കരയെ കൊണ്ടുപോയി. നമ്മൾ മനസ്സിലാക്കണം, ഈ അമ്മയ്ക്ക് ഇപ്പോഴത്തെ തലമുറ, ജെൻസിയുടെ തലമുറയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്ന് അത് സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്തു. വാടകയ്ക്ക് ഗർഭപാത്രം ഇപ്പോൾ അവൈലബിൾ ആണ് കേരളത്തിലെ. 6 ലക്ഷം രൂപയാണ്. എറണാകുളത്ത് 6.5 വേണേലും ബീജം സ്വീകരിച്ച് അവർ പ്രസവിച്ച് കൊടുക്കുന്ന സ്ത്രീകൾ 6 പേര് ഇപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അമ്മമാർ ഇപ്പോഴത്തെ തലമുറയുള്ളവർക്കും പ്രസവിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് അവർ കൂട്ടു നിൽക്കുന്ന കാഴ്ചയാണ്. ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ ഒരു കേസ്.